ഹായ്. നമുക്കിന്ന് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഇതേപോലെ ചെറിയൊരു എമൗണ്ടിൻ്റെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓട്ടോമേഷൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു എമൗണ്ടിൻ്റെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതും ആൾക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതും പിന്നെ കൂടുതലും പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നൽകാൻ വേണ്ടി പറ്റും. വെബ്സൈറ്റ് ഞാൻ 2-3 സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് നമ്മുടെ തന്നെ വെബ്സൈറ്റാണ് nemoto.ai.com. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു വെബ്സൈറ്റാണ്, നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്ത വെബ്സൈറ്റാണ്. ഇതിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവല് ആ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സർവീസസ്, പ്രൈസിങ്, പിന്നെ അബൌട്ടസ്, കോണ്ടാക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കോണ്ടാക്റ്റിൽ നിന്ന് അടിക്കുന്ന സമയത്ത് നമ്മളൊരു വേറൊരു ഫോമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൽ വേറെ ആരെങ്കിലും ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലേൺ മോർന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോം കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് വേറെയുള്ള ആൾക്കാർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി അതല്ലാതെ വേറെ ഇതൊരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ കുറേ മോഡലുകൾ, ഒരു ടെംപ്ലേറ്റ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഇതേപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ കോണ്ടാക്റ്റ് അടിക്കുന്ന സമയത്ത് എന്ത് നമുക്ക് ഫോം കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലുള്ള വെബ്സൈറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ ടൈപ്പിലുള്ള ടെംപ്ലേറ്റുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് കമ്പനിക്കൊക്കെ ആണ് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഒന്ന് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് അല്ല, മീൻസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈപ്പ് വെബ്സൈറ്റ് അല്ല, ഒരു സർവീസ് ടൈപ്പ് വെബ്സൈറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ പിന്നെ എക്സാമ്പിളാണ്. ഇതാണ് ടെംപ്ലേറ്റ് ഉള്ളത്. ഇതിലിപ്പോൾ കണ്ടില്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന കുറേ വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ പിന്നെ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ കോച്ചിങ് സർവീസസ്, മീൻസ് എന്തെങ്കിലും കോഴ്സസ് കൊടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു പിന്നെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് വെബ്സൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് തന്നെയാണ്, കണ്ടില്ലേ. അപ്പം നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ടെക്സ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ ഈ ബുക്ക് നൗ എന്നുള്ള ഈ ഒരു ബട്ടണ്, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത് എന്നുള്ളത്, ഈ ഇമേജസ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ. ഇതിപ്പോൾ FAQ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ എന്തൊക്കെ സ്ഥാപനങ്ങൾക്കുള്ള വെബ്സൈറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ ഇതിൽ കണ്ടില്ല, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആ തരത്തിലുള്ള ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ കോച്ചിങ്, അതുപോലെ തന്നെ പിന്നെ ബിസിനസ് കൺസൾട്ടിങ്, ഓക്കെ, ചൈൽഡ് എഡ്യൂക്കേഷൻ, പിന്നെ ഇതൊക്കെ വെബിനാർ, മീൻസ് പിന്നെ ലാൻഡിങ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, എന്തെങ്കിലുമൊക്കെ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വെബിനാർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റും. താങ്ക് യു പേജസ്, കോച്ചിങ്, പിന്നെ ഫിറ്റ്നസ്, യോഗ ഫിറ്റ്നസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്ലിനിക്കുകൾ കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ഫ്രീലാൻസർ, കോച്ചിങ്, സോളാർ പാനലിൻ്റെ, ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ഒക്കെ സർവീസൊക്കെ അതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനീസ്, ഹോട്ടൽ ആൻഡ് റിസോർട്ട്. പക്ഷേ ഹോട്ടൽ ആൻഡ് റിസോർട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൽ പിന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ
നമുക്ക് മെയിലായിട്ടോ വാട്സപ്പായിട്ടോ ഒക്കെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, ട്രെയിനേഴ്സ്, കോച്ചസ്, AI ഏജൻസി, ക്രിപ്റ്റോ കറൻസി, പ്ലംബിങ്, അക്കൗണ്ടിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, സ്കൂളിൻ്റെ, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ഇൻറ്റീരിയൽ ഡിസൈനിങ്, ഡെൻ്റൽ ക്ലിനിക്ക്, യോഗ, ട്രാവൽ ടൂറിസം വേറെ ഉണ്ട്, ഹെൽത്ത് ആൻഡ് വെൽനെസ്, ഇങ്ങനെയുള്ള ഇത്രയും ടെംപ്ലേറ്റുകളാണ് നിലവിൽ നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇതിപ്പോൾ ടെംപ്ലേറ്റ് ആയിട്ടുള്ളതാണ്. AI ഉപയോഗിച്ചിട്ടും വെബ്സൈറ്റ് ചെയ്യാം, പക്ഷേ അത് ഒരു 100% ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വെബ്സൈറ്റ് നമ്മൾ പിന്നെ nomato.ai എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ AI ഉപയോഗിച്ച് ചെയ്ത തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഫഷണൽ രീതിയിലാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഓതറൈസ്ഡ് വെബ്സൈറ്റ് കേട്ടോ, നിങ്ങൾക്ക് ഇതൊന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ തീമുകൾ, ഡാർക്ക് തീം പിന്നെ ഉണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഇതേപോലെ പേയ്മെൻറ്റും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിലും ഈ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആർക്കെങ്കിലും പിന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വെബ്സൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യണം. മീൻസ് ഇപ്പോൾ nomato.ai എന്നുണ്ടല്ലോ, അതൊരു ഡൊമൈനാണ്. ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്യണം. ആ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ആ ടെംപ്ലേറ്റിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് അവരെ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് 2-3 രീതിയിൽ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാരെങ്കിലും പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഞാൻ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു പ്രൈസിങ് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. വെബ്സൈറ്റിൻ്റെ പ്രൈസിങ് ഇതൊന്ന് ഇപ്പോൾ അവർക്ക് വെബ്സൈറ്റ് മാത്രം മതി, നമ്മളെ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ വെറും വെബ്സൈറ്റ് മാത്രം മതിച്ചെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആ വെബ്സൈറ്റിൻ്റെ പുറത്ത് പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഓൺലി വെബ്സൈറ്റ് ആണെങ്കിൽ ഫസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുക പിന്നെ വെബ്സൈറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും. അത് 1 ഇയറിനാണ് ഉണ്ടാവുക കേട്ടോ. അതേപോലെ തന്നെ അതിലിങ്ങനെ ഫോം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫോമിൽ ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു ഡാറ്റ അവരടിക്കുക, അപ്പോൾ അവർ കസ്റ്റമറാണല്ലോ ഈ ഡീറ്റെയിൽസ് ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഫോമിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ആ കസ്റ്റമർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ എൻക്വയറി ഡീറ്റെയിൽസ് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, മെയിൽ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചു കൊടുക്കാം. മീൻസ് ആരെങ്കിലും ഒരാൾ, നമുക്ക് വേറെ ബാക്ക് എൻഡ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഇതിൽ ആരാണ് ഫില്ല് ചെയ്യണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് മെയിൽ വാട്സപ്പൊക്കെ അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ചാറ്റ് വിഡ്ജറ്റ്. ഇവിടെ ഒരു ഇതിലുണ്ടാവില്ല, ഇതിൽ തന്നെ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് വിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഫോം ഓക്കെ, അവരുടെ ഡൊമൈനൊക്കെ നമ്മൾ ആക്സസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ അവർക്ക് ഈ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മീൻസ് പേയ്മെൻറ്റ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണ രീതിയിൽ പേയ്മെൻറ്റ് മേടിക്കേണ്ട പിന്നെ സർവീസ് ഇതിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിന് പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നത് 150 ഖത്തർ റിയാലാണ്. ഏകദേശം ഒരു 3500 ഏകദേശം അത്ര വരും. അത് ഫോർ 1 ഇയർ. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഏത് പ്രൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അത് കൂടുതലായിട്ടും അറിയാലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ഉണ്ടാവുക.
പിന്നൊന്ന് വേറൊന്ന് വെബ്സൈറ്റ് പ്ലസ് നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇപ്പോൾ വെബ്സൈറ്റ് പ്ലസ് സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പിന്നെ മൊത്തത്തിലുള്ള നമ്മളെ വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ ഇപ്പോൾ അവർക്ക് ഒരു പിന്നെ ചെറിയ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മതിയെങ്കിൽ, മീൻസ് ഉദാഹരണത്തിന് ഇപ്പോൾ വെബ്സൈറ്റ്, പിന്നെ അതേപോലെ തന്നെ അവർക്ക് പിന്നെ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ, ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉള്ളതാണ് ഞാൻ പറയുന്നത്. പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ, ഷോപ്പ് ബിൽഡിങ്, മീൻസ് അവർക്ക് ഈ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെൻറ്റ് എൻ്റെ പേജിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് പേയ്മെൻ്റ് ഒക്കെ അവർക്ക് വാങ്ങുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് ഒരു കമ്പനി ലൈസൻസും അവർക്ക് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ കാര്യങ്ങളൊക്കെ വേണം. അതുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഷോപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ, ഒരു ഷോപ്പായിട്ടൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഇത് നമ്മുടെ ഒരു ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇതേപോലെ പല പ്രൊഡക്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോപ്പ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിന് വേറെ തന്നെ ഒരു ലിങ്കാണ് ഉണ്ടാവുക, ഇതിന് വേറെ തന്നെ ഒരു ഡൊമൈനാണ് ഉണ്ടാവുക, സബ് ഡൊമൈനാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് ഇതേപോലെ ഇങ്ങനെ പ്രൊഡക്റ്റും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഇവിടെ ബൈ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അടുത്തൊരു പേയ്മെൻറ്റ് പേജിലേക്കൊക്കെ പോയിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവർക്ക് ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം, മീൻസ് പിന്നെ അവർക്ക് വാട്സപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ വാട്സപ്പിലേക്ക് ഈ വരുന്ന എൻക്വയറിയും കാര്യങ്ങളൊക്കെ അവർക്ക് വാട്സപ്പ് ചെയ്യുക. ഈ വാട്സപ്പിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുക, റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഒരാൾ പിന്നെ രജിസ്റ്റർ ചെയ്ത് ഈ ഫോമിൽ പ്രസ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് വാട്സപ്പിൽ നിന്ന് മെസ്സേജൊക്കെ പോകുന്ന രീതിയിലുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അവരെ പിന്നെ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ഓട്ടോമേഷൻ, ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ പിന്നെ മീൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ കണക്ട് ചെയ്തിട്ട് അവർക്ക് അതിൽ എന്ത് ചെയ്യുക, അതിൽ ഷെഡ്യൂൾ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ URL ഷോർട്ടനർ, നമ്മൾ ഈ ലിങ്കൊക്കെ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഉണ്ടാവുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനാണെങ്കിൽ ഇയർലി പ്രൈസ് വരുന്നത് 450 ഖത്തർ റിയാലാണ് ഓക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഓരോരുത്തർക്കും അത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾ എത്ര കണ്ടിട്ട് നമ്മളിത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ച് ഞാനൊരു പ്രൈസിങ് സ്ട്രാറ്റജി തരും. അതിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു കസ്റ്റമർ പ്രൈസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.